മുനമ്പത്തെ സമരക്കാർക്കൊപ്പം സർക്കാർ. മുനമ്പത്തെ താമസക്കാരിൽ നിന്ന് ഭൂനികുതി അടയ്ക്കാനും പോക്കുവരവ് ചെയ്യാനും അനുവാദം നൽകണമെന്ന നിലപാടുമായി സർക്കാർ ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം ഫയൽ ചെയ്യും. അതേസമയം ക്രിസ്മസ് ആഘോഷങ്ങൾ ഒഴിവാക്കി മുനമ്പത്ത് സമരം ശക്തമായി തുടരുകയാണ് സമരസമിതി. വൈകിട്ട് 5 മണിവരെ മുനമ്പത്തെ മുഴുവൻ കുടുംബങ്ങളിലെയും പ്രതിനിധികളെ ഉൾപ്പെടുത്തിയുള്ള നിരാഹാരം തുടരുകയാണ്. ടി വി പ്രസാദും സൈഫുനിസ അലിയാരും നമുക്കൊപ്പം ചേരുന്നു. ആദ്യം ടി വി പ്രസാദിലേക്ക്. ടി വി പ്രസാദ്, ഈ ക്രിസ്മസ് ദിനത്തിൽ മുനമ്പത്തെ സമരക്കാർക്ക് ഒരു ആശ്വാസ വാർത്ത സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വരികയാണ്. എന്തൊക്കെയാണ് തീരുമാനം? സുജയ പറഞ്ഞതുപോലെ മുനമ്പത്ത് നിവാസികൾക്ക് ആശ്വാസമായ വാർത്ത തന്നെയാണ് ഇന്നിപ്പോൾ വരുന്നത്. സർക്കാരിൻ്റെ നിർണായകമായ ഒരു തീരുമാനമുണ്ടായിരിക്കുന്നു. അതായത് മുനമ്പത്ത് നികുതി കൊടുക്കാനും അതുപോലെ പോക്കുവരവ് നടത്താനുമുള്ള അനുവാദമാണ് നൽകുന്നത്. ഈ വെക്കേഷൻ കഴിഞ്ഞ് കോടതി തുറക്കുമ്പോൾ ഇത് സംബന്ധിച്ചുള്ള സത്യവാങ്മൂലം ഹൈക്കോടതിയിൽ സമർപ്പിക്കാനാണ് സർക്കാർ ഒരുങ്ങുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഫയൽ നടപടികൾ പൂർത്തിയായി എന്നാണ് റവന്യൂ വകുപ്പ് അറിയിക്കുന്നത്. ഫയൽ അവസാനം ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ കണ്ടു. ഇനിയിപ്പോൾ കോടതി തുറക്കുന്നതോടുകൂടി അത് കോടതിയെ അറിയിക്കും. റവന്യൂ വകുപ്പ് നൽകുന്ന ഒരു വിവരം എന്ന് പറയുന്നത് നേരത്തെ തന്നെ ഇക്കാര്യത്തിൽ സർക്കാർ തീരുമാനമുണ്ടായിരുന്നു എന്നാണ് വിവരിക്കുന്നത്. അതായത് റവന്യൂ മന്ത്രിയും വഖഫിൻ്റെ ചുമതലയുള്ള മന്ത്രിയും നിയമമന്ത്രിയും നേരത്തെ തന്നെ ഇത് സംബന്ധിച്ച് സംസാരിച്ച് തീരുമാനമെടുത്ത് നേരത്തെ കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചിരുന്നു എന്നാണ് റവന്യൂ വകുപ്പ് അധികൃതർ നൽകുന്ന വിശദീകരണം. പിന്നീടാണ് കോടതിയിൽ സ്റ്റേ വന്നത്. സ്റ്റേ വെക്കേറ്റ് ചെയ്യാനുള്ള സമയത്തും ഇതേ നിലപാട് തന്നെ സർക്കാർ ആവർത്തിക്കുകയും ചെയ്തു. അതിനിടെയാണ് ഇപ്പോൾ ഈ നിർണായകമായ തീരുമാനത്തിലേക്ക് സർക്കാർ വരുന്നത്. മാത്രമല്ല, നേരത്തെ വഖഫുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം ചേർന്ന സമയത്തും ഇതേ തീരുമാനം സർക്കാർ എടുത്തിരുന്നു എന്നാണ് റവന്യൂ വകുപ്പ് പറയുന്നത്. അതായത് അവിടെ താമസക്കാരായ ഒരാളെ പോലും അവിടെ നിന്ന് പറഞ്ഞു വിടില്ല, അതോടൊപ്പം തന്നെ നോട്ടീസുകൾ ഇനി കൊടുക്കില്ല, കൊടുത്ത നോട്ടീസുകളിൽ നടപടിയെടുക്കില്ല തുടങ്ങിയ നിർണായക തീരുമാനം അന്ന് തന്നെ എടുത്തിരുന്നെങ്കിൽ പോലും ഇതിപ്പോൾ കോടതിയിൽ സമർപ്പിക്കാൻ പോകുന്ന ഈ ഹർജി എന്നുള്ളത് ഏറെ നിർണായകമാണ്. നികുതി കൊടുക്കാം, പോക്കുവരവ് നടത്താം. ഏറ്റവും നിർണായകമായ തീരുമാനം, സമരക്കാർക്ക് അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടാകുന്നു എന്നുള്ളതാണ് മുനമ്പത്തെ ഒരു ആശ്വാസം. സുജയ. ഓക്കെ പ്രസാദ്, നമുക്ക് മുനമ്പം സമരവേദിയിലേക്ക് പോകാം. സൈഫുനിസ അലിയാർ, ഈ ക്രിസ്മസ് ദിനത്തിൽ അവർ സമരമിരിക്കുന്നത് നീതിക്കായാണ്, തങ്ങൾക്ക് സ്ഥിരമായി താമസിക്കുന്നതിനും തങ്ങളുടെ രേഖകൾ ശരിയാകുന്നതിനും വേണ്ടിയുള്ള അവകാശത്തിനായാണ്. അതിലേക്ക് ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു അനുകൂല തീരുമാനം വരുന്നതാണ് പ്രസാദ് സൂചിപ്പിച്ചത്. അത് മുനമ്പം സമരവേദി അറിഞ്ഞോ? കൂടെ അറിഞ്ഞിട്ടുണ്ട് എങ്കിൽ പോലും മുനമ്പം സമരസമിതി ഇക്കാര്യത്തിൽ അനുകൂല നിലപാടല്ല സ്വീകരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം സർക്കാർ എടുത്തിരിക്കുന്ന തീരുമാനത്തെ അംഗീകരിക്കാനാകില്ല എന്നാണ് സമരസമിതി പറയുന്നത്. ഇപ്പോൾ നമുക്കിപ്പം സമരസമിതി കൺവീനർ ജോസഫ് പെന്നിയുണ്ട്. ചേട്ടാ, ഇങ്ങനൊരു കരമടയ്ക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് സർക്കാർ സത്യവാങ്മൂലം നൽകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇതിനെ അംഗീകരിക്കുമോ? ഒരിക്കലും അംഗീകരിക്കില്ല. കാരണം ഞങ്ങൾക്ക് കരമടക്കുന്നതിൻ്റെ പേരിൽ, അതായത് വഖഫ് പ്രോപ്പർട്ടിക്ക് അതായത് അനധികൃതമായി കുടിയേറിയിരിക്കുന്ന താമസക്കാർക്ക് കരമടച്ച് കിട്ടുക എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നതല്ല. ഞങ്ങൾക്ക് വേണ്ടത് വഖഫ് ബോർഡിൻ്റെ അസറ്റിൽ നിന്നും ഞങ്ങൾ എഴുതിയെടുത്തിരിക്കുന്ന ഞങ്ങളുടെ ഈ ഭൂമി തിരിച്ചു കിട്ടലാണ് ഞങ്ങൾക്ക് വേണ്ടത്. അതിനാണ് കമ്മീഷനെ വെച്ചിട്ടുള്ളത്. അപ്പോൾ ആ കമ്മീഷൻ്റെ തീരുമാനപ്രകാരം മാത്രം, കമ്മീഷൻ കണ്ട് ഇത് വഖഫ് പ്രോപ്പർട്ടി അല്ല എന്ന് കണ്ട് ഞങ്ങൾക്ക് ശാശ്വതമായിട്ട് വഖഫ് ബോർഡിൻ്റെ ആസ്തിയിൽ നിന്നും ഈ പ്രോപ്പർട്ടി എടുത്തു മാറ്റി ഞങ്ങൾക്ക് എല്ലാവിധ ക്രയവിക്രയ സ്വാതന്ത്ര്യത്തോടും കൂടി എല്ലാ റവന്യൂ അവകാശങ്ങളും സ്ഥാപിച്ച് കിട്ടലാണ് ഞങ്ങളുടെ ആവശ്യം. അതല്ലാതെ ഞങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് കരമടച്ചു തരാ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഞങ്ങളെ പറ്റിക്കുന്നതിന് തുല്യമാണ്. അത് ഞങ്ങളൊരിക്കലും യോജിക്കില്ല. ഞങ്ങൾ അതിനോട് സമരം തുടരുക തന്നെയാണ്. സമരം ശക്തമായ രീതിയിൽ അങ്ങനെയാണെങ്കിൽ തുടരുക തന്നെ ചെയ്യും. കാരണം കമ്മീഷൻ കണ്ടെത്തട്ടെ. കമ്മീഷൻ കണ്ടെത്തി ഞങ്ങൾക്ക് ഞങ്ങളുടെ ഈ വഖഫ് ബോർഡിൽ നിന്നും എടുത്തു മാറ്റുന്ന ഒരവസ്ഥ മതി. ആ സമയത്ത് ഞങ്ങൾക്ക് കിട്ടിയാൽ മതി. അല്ലാതെ ഇടയ്ക്ക് വെച്ചുള്ള ഒരു പ്രവർത്തനങ്ങളും അത് ഞങ്ങളെ ചതിക്കുന്നതിന് തുല്യമാണ്. അതാണ്, ഇങ്ങനെ ഇടയ്ക്ക് വെച്ചിട്ടൊരു തീരുമാനത്തിലേക്ക് സർക്കാർ പോകേണ്ടതില്ല. സർക്കാർ തന്നെ നിയോഗിച്ചതാണ് ജസ്റ്റിസ് CN രാമേന്ദ്രൻ നായർ കമ്മീഷൻ. ആ കമ്മിറ്റി തീരുമാനിച്ച് ഇന്നലെ പോലും സമരസമിതി അംഗങ്ങൾ അവിടെ പോയി കമ്മീഷനെ നേരിട്ട് കണ്ട് പ്രശ്നങ്ങൾ ഹിയറിങ്ങിലൂടെ അറിയിച്ചതുമാണ്. അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് ഈ കമ്മീഷന്റെ തീരുമാനത്തിന് വിടുകയാണ് മുനമ്പം ജനത. ഇപ്പോൾ ഇവിടെ ക്രിസ്മസ് ആഘോഷങ്ങൾ നടക്കുകയാണ്. ഈ ക്രിസ്മസ് ദിനത്തിലും മുനമ്പം തീരദേശ ജനത സമരത്തിലാണ്. 74-ാം ദിവസമാണ് ഇന്ന് ഭൂസംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ മുനമ്പത്ത്
മുനമ്പത്ത് നടക്കുന്ന സമരം വിവിധ പള്ളികളിൽ നിന്നും രൂപതകളിൽ നിന്നുമുള്ള കന്യാസ്ത്രീകളും ഒപ്പം തന്നെ മറ്റ് ജനവിഭാഗങ്ങളിൽ നിന്നുള്ളവരെല്ലാം തന്നെ ഇന്ന് സമരപ്പന്തലിലേക്ക് എത്തുന്നുണ്ട്. ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും കോൺഗ്രസ് നേതാക്കളും ഇന്ന് ഉച്ചയ്ക്ക് 2:30 മുനമ്പം സമരപ്പന്തലിൽ എത്തി മുനമ്പത്തെ ജനങ്ങൾക്ക് ഇന്ന് ഈ ക്രിസ്മസ് ദിനത്തിൽ നിരാഹാരം അനുഷ്ഠിക്കുന്ന മുനമ്പം ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഉച്ചയോടുകൂടി എത്തുകയും ചെയ്യും. രാവിലെ മുതൽ ഈ സമരപ്പന്തലിൽ തുടരുന്ന മുനമ്പം ജനത ഇന്ന് വൈകിട്ട് വരെ ഇവിടെ ഈ നിരാഹാര സമരം തുടരാൻ തന്നെയാണ് തീരുമാനം. അതായത് ക്രിസ്മസ് ദിനത്തിൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഒരു ആശ്വാസകരമായ വാർത്ത വരുന്നുണ്ടെങ്കിലും അതൊരു ആശ്വാസകരമായ വാർത്തയാണ് എന്ന് മുനമ്പത്തെ തീരദേശ ജനത വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്നുള്ളതാണ് ഇവരുടെ തീരുമാനം. സുജയ. ഓക്കെ, സൈഫിൻ സാലിയാറും ഒപ്പം TV പ്രസാദുമാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.